ആദ്യം അമ്മയും ടീച്ചറും കൈപിടിച്ച് അക്ഷരങ്ങൾ എഴുതിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ കരുതിയിരുന്നില്ല തങ്ങളുടെ മാത്രമായ ഒരു എഴുത്തുലോകം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന്. അക്ഷരമുറ്റത്ത് പിച്ചുവെക്കുന്ന ഇവർക്കെല്ലാവർക്കും ഇന്ന് സ്വന്തമായൊരു മാഗസിൻ ഉണ്ട്. ബട്ടർഫ്ലൈസ്, ലീഫ്, ലൈഫ്, സൈക്കിൾ, ഈഫ്, മെയ്ഡ്, അപ്പ്. കൂട്ടുകാരുണ്ടാക്കി തന്നതാണ് ഈ മാഗസിൻ ഫുള്ളും. എൻ്റെ അമ്മ പറഞ്ഞെന്തോ ഇതിൻ്റെ സോങ്സൊക്കെ ഉണ്ട് ആൻഡ് സ്റ്റോറീസ്, ബട്ടർഫ്ലൈനെ കുറിച്ചുള്ള കഥയും പാട്ടൊക്കെ. കുഞ്ഞു മനസ്സുകൾ പൂമ്പാറ്റയിൽ നിന്നാണ് പ്രകൃതി അറിയുന്നത്. അതിലൂടെ പരിസ്ഥിതി സ്നേഹവും. കുഞ്ഞുങ്ങൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ പല പാഠങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കോട്ടക്കലിലെ ഇസ്ലാഹിയ പീസ് പബ്ലിക് സ്കൂൾ. അങ്ങനെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് പൂമ്പാറ്റയും മുതിർന്നവർക്ക് മഴയുമാണ് അധ്യാപകർ മാഗസിൻ വിഷയമായി നൽകിയിട്ടുള്ളത്. ഈ മാഗസിൻ എന്ന് പറയുന്നത് ഞങ്ങളെ നേച്ചറുമായി ബന്ധപ്പെട്ടുള്ള മാഗസിൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നേച്ചറിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്കിത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അതുപോലെ പാരൻസിൻ്റെ അടുത്ത് സപ്പോർട്ട് ഉണ്ട്. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ രക്ഷിതാക്കളുടെ സഹായത്തോടെയാണ് മാഗസിൻ തയ്യാറാക്കുന്നത്. അധ്യാപകരും കൂടെയുണ്ട്. സ്വാഭാവികമായിട്ട് എഴുതാനുള്ള ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് വായിക്കേണ്ടി വരും. ആ വായന വഴി കുട്ടികളുടെ ഒരു പുതിയ വായനയുടെ ലോകത്തിലെത്തിക്കാനും അതുവഴി പുതിയ അനുഭവങ്ങളുടെയും ക്രിയേറ്റിവിറ്റിയുടെയും ലോകത്തേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ളൊരു ശ്രമത്തിൻ്റെ നമ്മുടെ ഉദ്ദേശം. കുട്ടികൾക്ക് സ്വന്തമായി മാഗസിൻ എന്ന ആശയം കൊണ്ടുവന്നത് സാഹിർ മാഷാണ്. കേരളത്തെപ്പറ്റി, കേരളത്തിൻ്റെ സംസ്കാരം, പ്രകൃതി, അറിവുകൾ, അതിന് സംബന്ധമായ കേരളീയ അറിവുകൾ വെച്ചുള്ള ഒരു പദ്ധതി. മറ്റൊന്ന് സീഡിൽ മരങ്ങൾ, മഴ, നന്മയിൽ ഭവിക്കുന്ന ആവിഷ്കാരങ്ങൾ അലങ്കൃതമാക്കാൻ സീഡ് കൊണ്ടായി എന്നുള്ളത് കുട്ടികളിൽ നിന്നുള്ള വലിയൊരു ഉയർച്ചയാണ്. ഇതുകൊണ്ടുണ്ടായിരുന്ന മറ്റൊരു അറിവ്, പഠനമുറികൾക്കപ്പുറം, ക്ലാസ് മുറികൾക്കപ്പുറത്ത് കുട്ടികൾക്ക് പുതിയ അറിവുകൾ തേടിപ്പിടിക്കാൻ, പുസ്തകങ്ങൾ പരതി സ്വരൂപിക്കാൻ അന്വേഷണാത്മകമായ ഒരു വാതിൽ തുറന്നു എന്നുള്ളത് ഈ സീഡ് കൊണ്ടായി. ഇന്ന് എഴുത്തിന്റെ ലോകവും പരിസ്ഥിതിയുടെ നിറവും ഈ കുഞ്ഞുങ്ങൾക്ക് സുപരിചിതമാണ്. ക്ലാസ് ചുമരുകൾക്കപ്പുറത്തേക്ക് പൂമ്പാറ്റയിലും മഴയിലും കുട്ടികളുടെ ലോകം വളരുകയാണ്. ക്യാമറാമാൻ വൈശാഖിനൊപ്പം ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, തിരൂർ.